പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗത്തെ പറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം രൂപയുണ്ട് എന്ന് കരുതുക. 50 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെ ആയാലും നമുക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കും. 50 ലക്ഷം എന്ന് ഒരു കണക്കിന് പറഞ്ഞു എന്ന് മാത്രം. 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ഈ തുക സുരക്ഷിതമായി നിക്ഷേപിക്കണം. അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചോദിച്ചാൽ, 4 ആളോട് ചോദിച്ചാൽ 5 അഭിപ്രായം നിങ്ങൾക്ക് തിരിച്ച് അവർ പറയും. ചിലർ പറയും 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന പ്ലാൻ ഉണ്ട്, അവിടെ ചേരാം. മറ്റു ചിലർ പറയും 20% കിട്ടുന്ന പ്ലാൻ ഉണ്ട്, അതല്ലേ കൂടുതൽ നല്ലത്, അവിടെ മറ്റൊരാളെ കൂടി ചേർത്ത് കൊടുത്താൽ 25-30% വരെ അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കാം, നിങ്ങൾക്ക് കൃത്യമായ ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ മറ്റു ചിലർ പറയും നമുക്കൊരു പങ്കാളിത്ത ബിസിനസ് തുടങ്ങാം, അതൊരു ഹോട്ടലായി ആവാം ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടം വാങ്ങി അല്ലെങ്കിൽ തെങ്ങുതോട്ടം വാങ്ങി അവിടെ കുറച്ച് നാളുകൾ കൊണ്ട് മുടക്കുമുതൽ തിരിച്ച് പിടിക്കാം എന്നൊക്കെ അവർ പറഞ്ഞു കളയും. അതിനൊക്കെ ഉദാഹരണങ്ങൾ സഹിതം അവർ സമർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനൊക്കെ പ്രായോഗികമായ പല പ്രശ്നങ്ങളുണ്ട്. തൊഴിലാളികളുടെ ക്ഷാമം, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റാണ് മാർക്കറ്റിൽ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിമാൻഡ് വേണം ലൈഫ് ലോങ്. അതിൻ്റെ എമൗണ്ട് സാധനങ്ങൾ വിൽക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അതിൻ്റെ കടമില്ലാതെ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ റിസ്കുകൾ എടുക്കേണ്ട എന്നല്ല, റിസ്കുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊരു നല്ല മാതൃക തന്നെയാണ്. അങ്ങനെ വിജയിച്ചവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. നിങ്ങൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായിരിക്കണം. അതിൽ നിന്ന് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടണം. മാത്രമല്ല, നിങ്ങൾക്ക് ശേഷം നിങ്ങൾ നിക്ഷേപിച്ച തുക നിങ്ങളുടെ നോമിനിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് തിരിച്ചും ലഭിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അത്തരത്തിലുള്ള ഒരു പദ്ധതിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അത്തരമൊരു പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള 50 ലക്ഷം രൂപ നിങ്ങളുടെ മകനോ മകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു റിട്ടയർമെന്റ് ഫണ്ടിനായി സ്വരൂപിച്ച ആ തുക നമ്മൾ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണ്. ഇവിടെ നമ്മൾ നിങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ, അവർക്ക് 25 വയസ്സുണ്ട് എന്ന് കരുതുക, അവരുടെ പേരിൽ നിക്ഷേപിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, മക്കളുടെ പേരിൽ 25 ലക്ഷം രൂപ ഒരുമിച്ച് കൊടുത്താൽ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ആ തുക നാമാവശേഷമായി തീരാറാണ് പതിവ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ തുകയിൽ അവർക്ക് കൈകടത്താനാവില്ല. അതിൽ നിന്നുള്ള വരുമാനം കൃത്യമായി അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ 25 വയസ്സിൽ നമ്മൾ അവരുടെ പേരിൽ 50 ലക്ഷം രൂപ നിക്ഷേപിച്ചു. മുൻപ് ഈ 50 ലക്ഷം രൂപയും GST വേണമായിരുന്നു. ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് പകരം 49,50,000 രൂപ അടച്ചാലും നമുക്ക് ഈ പ്ലാനിൽ അംഗമാകാൻ സാധിക്കും. ഇവിടെ നമ്മൾ 25 വയസ്സിൽ നിക്ഷേപിച്ചു. ഏതൊരു നിക്ഷേപത്തിനും അതൊരു ബ്രേക്ക് ഈവൺ ആവുന്ന ഒരു കാലമുണ്ട്. ഒരു ബിസിനസ് ആയാലും അല്ലെങ്കിൽ ഒരു തെങ്ങും തൈ നട്ടാലും തേക്കും തൈ നട്ടാലും അതിന് പ്രായപൂർത്തിയായി നമുക്ക് ഇൻകം തന്നു തുടങ്ങാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ 25 വയസ്സ് മുതൽ 33-ാമത്തെ വയസ്സ് മുതൽ 25 വയസ്സിൽ നിക്ഷേപിച്ചു. 33-ാമത്തെ വയസ്സ് മുതൽ ജീവിതകാലം മുഴുവൻ 5 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ച ഈ നിങ്ങളുടെ മക്കളുടെ പേരിൽ കൃത്യമായി അക്കൗണ്ടിലേക്ക് എത്തി